രണ്ട് US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ. F-15ഉം A-10 വാർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വാർത്തോഗ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15ലെ ഒരു പൈലറ്റിനെ ഇസ്രയേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. യുഎസും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, യുദ്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെയെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു. അവർക്ക് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളില്ല. അവരുടെ എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളെയും തങ്ങൾ തകർത്തു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് നിലവിൽ ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണങ്ങൾ. ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് F-15 വിമാനത്തെ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങളാണ്. ഇത് ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ തെക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ IRGC F-15 വിമാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇത് IRGC അവരുടെ ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരെ ഹിറ്റ് ചെയ്ത് ഈ വിമാനത്തിനെ പൂർണ്ണമായിട്ടും തകർക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് 2 പൈലറ്റുമാർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു പൈലറ്റിനെ തെക്കൻ ഇറാനിൽ നിന്ന് ഇസ്രയേൽ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഇതിനെപ്പറ്റി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം മറ്റൊരു പൈലറ്റിനെ ഇപ്പോഴും കാണാനില്ല. ഈ ഒരു പൈലറ്റിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്. അത് ഇറാനും US-ഉം ഇപ്പോൾ ഒരു തെരച്ചിൽ റേസിലാണെന്ന് തന്നെ പറയാം. കാര്യം ഇപ്പോൾ ഇറാൻ മേഖലയിൽ ശക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഇറാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആർമിയുടെ ഭാഗത്തു നിന്നും ഈ തെരച്ചിലുണ്ട്. അതുപോലെ തെക്കൻ പ്രവിശ്യയിലുള്ള ഒരു ഗവർണർ ഈ പൈലറ്റിനെ ജീവനോടെയോ അല്ലാതെ